എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയ്ക്ക് മുന്നേ എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. നമ്മുടെ പ്രമുഖ ഒരു ഫാമിലി യൂട്യൂബ് ചാനൽ, ഒരു ഫാമിലി വ്ളോഗ് ചാനലായിട്ടുള്ള പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിലെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു കേട്ടോ. കാരണം അവരുടെ ആ ഒരു ഇഷ്യൂ, ഫാമിലിയിലും ഇഷ്യൂ, അവർ എന്താ പറയുക, സ്വന്തം അച്ഛനും അമ്മയും അനിയനും അതുപോലെ തന്നെ പ്രവീണും മൃദുലയും ഇവർ തമ്മിലുള്ള അവരുടെ ഫാമിലിയിൽ ഉണ്ടായ കുറച്ച് ഇഷ്യൂസ്. സത്യം പറഞ്ഞ സ്നേഹമുള്ളിടത്തെ വഴക്കും മിണക്കും ഒക്കെ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ കാര്യം. അപ്പം എന്തായാലും ആ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്ത ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് തന്നെയായിരുന്നു. ഇപ്പം എന്തായാലും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊന്നും വലുതായിട്ടൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഇപ്പം അവർക്ക് രണ്ട് ആൾക്കാർക്കും, അതായത് പ്രവീണിനാണെങ്കിലും പ്രണവിനാണെങ്കിലും ഓരോ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് പ്രവീണും മൃദുലയുമാണ്. അവരുടെ ഫാമിലിയിലെ വിശേഷങ്ങളും ഓരോരോ കാര്യങ്ങളൊക്കെ ആ ചാനലിൽ ഇടുന്നു. അതുപോലെ തന്നെ പ്രണവിൻ്റെ ഒരു ചാനലുണ്ട്, പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ചാനലിൽ അവരുടേതായിട്ടുള്ള ഷോർട്ട് വീഡിയോസും അച്ഛനും അമ്മയായിട്ടുള്ള വീഡിയോസൊക്കെ അവരും ഇടുന്നുണ്ട്. എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണ്. അപ്പം എന്തായാലും അതുപോലെ തന്നെ പ്രവീണും മൃദുലയും അവരൊരു പുതിയൊരു വീട് വാങ്ങി അതിൻ്റെ എന്താ പറയുക ഒരുപാട് വിശേഷങ്ങളൊക്കെ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞൊരു ദിവസമായിരുന്നു. വേറെ ഒന്നുമല്ല, പ്രവീണിൻ്റെയും മൃദുലയുടെയും കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങ് എന്താ പറയുക വളരെ ഗംഭീരമായിരുന്നു. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത് പ്രവീണിൻ്റെ അച്ഛനും അമ്മയും ആ ഒരു ചടങ്ങിലെത്തി. അപ്പോൾ പ്രവീൺ തന്നെ പറയുന്നുണ്ട്, ഞാൻ അച്ഛനെയും അമ്മയും വിളിച്ചിരുന്നു, എനിക്ക് അവരെ വിളിക്കണമെന്ന് തോന്നി. നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും സ്വന്തം അച്ഛനും അമ്മയും കൂടപ്പിറപ്പുമാണ്. അവരുടെ മുന്നിലൊന്ന് താന്നു കൊടുത്തു എന്നോർത്ത് ഒന്നും വരാനില്ല. ഇപ്പം രണ്ടു കൂട്ടരുടെ ഭാഗത്തും തെറ്റും ഒക്കെ ഉണ്ടാകാം, അതെല്ലാം സർവ്വസാധാരണമാണ്. ഓരോ കുടുംബങ്ങളാകുമ്പോൾ അവിടെ വഴക്കും പിണക്കവും എല്ലാം ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ട് പോകുന്ന ആ ഒരു ഫാമിലിയിലൊരു എന്താ പറയുക ഒരു ഇതുണ്ടാവില്ല. അതേസമയം പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ ആയിട്ട് പോയാലേ അതൊരു കുടുംബമാവത്തുള്ളൂ. പിന്നെ അവരുടെ ആ ഒരു ഇഷ്യൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇഷ്യൂ അവരായിട്ട് തന്നെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ അച്ഛനും അമ്മയും അതുപോലെ കൊച്ചുമാണെങ്കിലും അവരെ കുറച്ച് എന്താ പറയുക, അവർക്ക് കുറച്ച് നാണക്കേടും കാര്യങ്ങളൊക്കെ വന്നു. അത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെയും കൊച്ചുവിൻ്റെ ഭാഗത്തും അതുപോലെ പ്രവീണിൻ്റെയും മൃദുലയുടെയും അവരുടെ ഫാമിലി ഇഷ്യൂസ് അവരൊരിക്കലും വന്നിട്ട് അവരുടെ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ പറയരുതായിരുന്നു, അല്ലെങ്കിൽ പങ്കുവയ്ക്കരുതായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞു, അതെല്ലാം പോട്ടെ. അവരുടെ ആ ഒരു കുടുംബങ്ങൾ ഒന്നാവട്ടെ, അവരുടെ ആ ഒരു സന്തോഷങ്ങളും എല്ലാം തിരിച്ചു വരട്ടെ. അതിനുവേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. അതിന് എന്താ പറയുക, അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇന്നിപ്പോൾ പ്രവീണിൻ്റെ, അതായത് പ്രവീണിൻ്റെയും മൃദുലയുടെയും കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിന് അച്ഛനും അമ്മയും എത്തി. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കാരണം നമുക്കൊക്കെ ഇപ്പോൾ അവരുടെ ആ ഒരു ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് അവരായിട്ട് തന്നെ അവരുടെ ചാനലിലൂടെ വന്ന് പറയുമ്പോൾ നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് കണ്ടന്റാണത്. പക്ഷെ അതിലൊക്കെ പ്രധാനം എന്ന് പറയുന്നത് അവരുടെ ഒരു കുടുംബമാണ്, അല്ലെ? നമ്മളെപ്പോലെയൊക്കെ തന്നെയാണ് അവരും. അച്ഛൻ അമ്മ മക്കള് ഒക്കെ അവരും നമ്മളെ പോലെ തന്നെയാണ്. അപ്പം എന്തായാലും അവരുടെ ആ ഒരു ഫാമിലിയിലെ ഇഷ്യൂസ് ഒക്കെ മാറി എത്രയും പെട്ടെന്ന് അവരെല്ലാവരും ഒരുമിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രവീണിൻ്റെയും മൃദുലയുടെയും കുഞ്ഞിൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്നത് അൻപത് എന്നാണ്. അതുപോലെ തന്നെ ദർശിത് പ്രവീൺ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. വളരെയധികം സന്തോഷം തോന്നി അവരുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു പോസിറ്റീവ് ഒരു എനർജി തോന്നി കേട്ടോ. കാരണം അവരുടെ ഒരു വീഡിയോസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ആ വഴക്കിൻ്റെ കാര്യങ്ങളൊന്നുമല്ല. അവരുടെ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? അവരുടെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് അതൊക്കെ കാണാനാണ് നമ്മളെപ്പോലുള്ള കുറച്ചധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന, അല്ലെ അവരുടെ ഫാമിലി ഇഷ്യൂ വന്ന് പറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം കണ്ടന്റ് മുഖ്യമാണല്ലോ. പക്ഷേ ഇതാണ് ശരിക്കും വേണ്ടത്. അവരുടെ ആ ഒരു സന്തോഷവും അതിൽ അച്ഛനും അമ്മയും അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ പങ്കെടുക്കുന്ന, അല്ലെ ഒരുമിക്കുന്നത് കാണാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരുടെ ഇഷ്യൂസൊക്കെ അവർ തന്നെ വന്നിരുന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടന്റാണ്. പക്ഷെ അതിലുപരിയൊക്കെ നമ്മളും മനുഷ്യരാണ്.
അതുകൊണ്ട് തന്നെ ഇന്ന് പ്രവീണിൻ്റെയും മൃദുലയുടെയും കുഞ്ഞിൻ്റെ ആ ഒരു നൂലുകെട്ട് ചടങ്ങിൽ അവരുടെ അച്ഛനും അമ്മയും എത്തി ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ, നല്ല നല്ല വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി കൊച്ചും വരുമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും പ്രശ്നങ്ങളല്ലേ, കൂടപ്പുറപ്പല്ലേ, രക്തബന്ധങ്ങളല്ലേ, അതൊക്കെ കുറച്ച് എന്താ പറയുക, വഴക്കും മണക്കുമൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞു തീരും, അവർ വീണ്ടും ഒരുമിക്കും. അതിനുവേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. കാരണം അവർക്കിടയിലേക്ക് വന്നിരിക്കുന്ന ഒരു കുഞ്ഞതിഥിയുണ്ട്. അവന് എന്താ പറയുക, അവൻ്റെ അച്ഛനും അമ്മയും മാത്രം പോരാ, അച്ഛൻ വേണം, അമ്മമ്മ വേണം, അതുപോലെ ചിറ്റപ്പൻ വേണം, എല്ലാ ആൾക്കാരും വേണം അല്ലേ അവന് എല്ലാവരുടെയും സ്നേഹം കിട്ടി വേണം വളരാനായിട്ട്. അപ്പം എന്തായാലും നമ്മളും അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു വീഡിയോ എന്താ പറയുക, അവരെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിനൊരു ഉദാഹരണം തന്നെയാണ്. ആ ഒരു വീഡിയോ ഇട്ട് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 10 ലക്ഷത്തോളം ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ അച്ഛനും അമ്മയും വന്ന ആ ഒരു മൊമെന്റ്സ്, അതൊക്കെ വളരെയധികം എന്ത് ഭംഗിയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്രവീൺ, പ്രണവ് അവരുടെ ആ ഒരു ഇഷ്യൂസൊക്കെ മാറി അവരുടെ കുടുംബം ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും കാര്യം അറിയില്ല, എന്തായാലും കുറച്ച് ആൾക്കാരെങ്കിലും അവരുടെ ആ ഒരു ഹാപ്പിനെസ്, അവരുടെ സന്തോഷ നിമിഷങ്ങൾ കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.